എല്ലാവർക്കും ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു മിനി UPS ആണ്. അതായത് നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന വൈഫൈ റൗട്ടറുകൾ അല്ലെങ്കിൽ സെറ്റപ്പ് ബോക്സുകൾ ഇവയ്ക്കൊക്കെ കറണ്ട് പോയി കഴിഞ്ഞാലും ഒരു 2-3 മണിക്കൂർ നേരത്തേക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള പവർ ബാക്കപ്പ് കൊടുക്കുന്ന മിനി UPS ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഒക്ടർ എന്ന് പറഞ്ഞൊരു കമ്പനി പുറത്തെടുക്കുന്ന ഒരു മിനി UPS ആണ്. ബ്രാൻഡിൻ്റെ പേര് കറക്റ്റായിട്ടാണ് ഞാൻ പറഞ്ഞതെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇതാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഞാനിതെൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടി വാങ്ങിയിട്ടുള്ള ഒരു ഡിവൈസാണ് കേട്ടോ. ഞാൻ വീട്ടിൽ വൈഫൈ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകാറുണ്ട്. ചിലപ്പം 2 മിനിറ്റ് നേരം കഴിഞ്ഞാൽ തിരിച്ചു വരും, 1 മിനിറ്റ് നേരം കഴിഞ്ഞാൽ തിരിച്ചു വരും. അതെല്ലാം അറിയാലോ, നെറ്റ് കണക്ഷൻ ഇൻട്രപ്റ്റ് ചെയ്യും. കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ റീസ്റ്റാർട്ട് ചെയ്ത് വരുന്ന 1 മിനിറ്റ് എടുക്കും. അപ്പോൾ അത് ഭയങ്കര ഒരു അരോചകമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുള്ളത്. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. സെയിം പ്രൊഡക്റ്റ് തന്നെ ആമസോണിലും അവൈലബിൾ ആണ്. മിക്കവാറും സമയത്തും ആമസോണിലെയും ഫ്ലിപ്കാർട്ടിലെയും വിലയും ഏകദേശം സിമിലറാണ്. ചെറിയ എന്തെങ്കിലും വ്യത്യാസം വന്നാലേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് വേണോ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വേണോ നോക്കിയിട്ട് നിങ്ങളുടെ കൺവീനിയൻസ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ്. അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉണ്ട്. അത്യാവശ്യം 4.2 ആ സമയത്ത് റേറ്റിംഗ് ഉണ്ടായിരുന്നു. റേറ്റിംഗ് കൗണ്ടും അത്യാവശ്യം നല്ലതാണ്. 10-15 ആൾക്കാരെന്ന് അത്യാവശ്യം നല്ലൊരു ശതമാനം ആൾക്കാർ, എനിക്ക് തോന്നുന്നു 10,000-ന് മുകളിൽ ആൾക്കാരെങ്ങാനും ഈ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ് 4.4 കിട്ടിയത്. പിന്നെ അവരുടെ റിവ്യൂസൊക്കെ നോക്കിയ സമയത്ത് ഇവരുടെ കസ്റ്റമർ കെയറും വളരെ റെസ്പോൺസീവ് ആണെന്നുള്ളത് കണ്ടു. അതായത് പ്രൊഡക്റ്റിന് എന്തെങ്കിലും ഡാമേജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈസി റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെന്നൊക്കെ ഞാൻ റിവ്യൂസ് വായിച്ച് നോക്കി പറയാൻ വേണ്ടി പറ്റും. പിന്നെ ആ ഒരു കാറ്റഗറി വരുന്ന ഏറ്റവും പ്രൈസ് കുറഞ്ഞൊരു ഇതാണ്. അപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിലും കൂടിയാണ് ഈ പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്താണ് നിങ്ങൾ അൺബോക്സിങ് വീഡിയോ കണ്ട് കാണും. നമുക്കിനി ഇതെങ്ങനെയാണ് കോൺഫിഗർ ചെയ്തിട്ട് നമ്മുടെ വൈഫൈ റൗട്ടറായിട്ട് കോൺഫിഗർ ചെയ്യുക ഒന്നുമില്ല, ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നത് കാണാം. അതായത് ഈ ഡിവൈസ് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുക, എങ്ങനെയാണ് കറക്റ്റായിട്ട് ഇത് വൈഫൈ റൗട്ടറായിട്ട് കണക്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമുക്കിപ്പോൾ ഒന്ന് കാണാം. ആക്ച്വലി ഞാൻ വാങ്ങിയിട്ടുള്ളത് 12 വോൾട്ട് 2 ആംപിയർ വരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് കേട്ടോ. നിങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ വൈഫൈ റൗട്ടർ എത്ര വോൾട്ടേജ് ആണെന്ന് നോക്കണം. അതായത് 9 വോൾട്ട്സിൻ്റെതുണ്ട്, 12 വോൾട്ട്സിൻ്റെതുണ്ട്. എൻ്റേത് 12 വോൾട്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ ഞാനത് നോക്കിയിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. 12 വോൾട്ട്സ് 1 ആംപിയർ ആണ് എൻ്റെ ഈ വൈഫൈ റൗട്ടറിന് വേണ്ട പവർ റിക്വയർമെൻറ്റ്സ്. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് അതുമായിട്ട് കോമ്പാറ്റബിൾ ആണോ നോക്കിയിട്ട് വാങ്ങണം. കണ്ണിൽ കണ്ട സാധനം വാങ്ങിയിട്ട് ചിലപ്പം നിങ്ങളുടെ റൗട്ടറിൻ്റെ പവർ റിക്വയർമെൻറ്റ്സ് ആയിട്ട്, അതായത് വോൾട്ട്സും ആംപിയറും ആയിട്ട് മാച്ച് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു യൂസ് ഉണ്ടാവില്ല. അതുകൊണ്ട് അക്കാര്യം നിങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിച്ചിട്ട് വേണം വാങ്ങാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൗട്ടറിലേക്ക് വരുന്ന ചാർജർ ഡിസ്കണക്ട് ചെയ്തു. എന്നിട്ട് ഇപ്പോൾ ഇവിടെ കാണുന്നത് പോലെ നമ്മുടെ ഈ ഒരു മിനി UPSലും നമുക്കതൊരു ചാർജിങ് പോയിൻ്റ് കണക്ട് ചെയ്യാനുള്ള സോക്കറ്റ് നമുക്ക് ഇവിടെ കാണാം. നമുക്കൊരു അഡീഷണൽ വേറൊരു ടൈപ്പ് ഇൻ്റർചേഞ്ചർ എന്നൊക്കെ പറയുന്ന രീതിയിൽ, അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ റൗട്ടറിൻ്റെക്ക് പോകുന്ന പിന്നും അതായത് ഈ മിനി UPSൽ കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് പിന്നും തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള കൺവേർട്ടർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കേസിൽ അത് ഡയറക്റ്റായിട്ട് എൻ്റെ ചാർജറിൻ്റെ പിന്നെ ഡയറക്റ്റായിട്ട്, അതായത് എൻ്റെ വൈഫൈ റൗട്ടറിന് വരുന്ന അതേ ചാർജറിന് പിന്നെ ഡയറക്റ്റായിട്ട് ഈ മിനി UPSലും കയറും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഞാൻ ഡയറക്റ്റായിട്ട് UPSലേക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം. അപ്പം ഇനി വരുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മിനി UPSനെ ഒന്ന് ചാർജ് ചെയ്യണം കേട്ടോ. അതായത് അതിൽ UPSൻ്റെ മുകളിൽ കോഷനായിട്ട് എഴുതിയിട്ടുണ്ട്. അതായത് നമ്മൾ ഫസ്റ്റ് യൂസിന് മുമ്പായിട്ട് 6 hours ചാർജ് ചെയ്യണം എന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന പുതിയ ബാറ്ററികൾ അങ്ങനെ ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. പക്ഷേ അവർ ആ ഡിവൈസിൻ്റെ മുകളിൽ തന്നെ 6 hours വരെ ചാർജ് ചെയ്യണം എന്നിട്ട് ഫസ്റ്റ് യൂസ് ചെയ്യാവുന്ന എഴുതി വെച്ചിട്ട് നമ്മളൊന്ന് ചാർജിന് വേണ്ടി ഇടുകയാണ് കേട്ടോ. അപ്പം നമ്മളിപ്പം 6 hours ചാർജിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് 6 മണിക്കൂർ ശേഷമാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. ഞാനിപ്പം ഈ പവർ സ്വിച്ച്, അതായത് നമ്മുടെ മെയിൻ പവർ സപ്ലൈയിൽ നിന്ന് വരുന്ന പവർ ഓഫ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ മിനി UPSലുള്ള ഈ ഒരു ഓൺ ഓഫ് സ്വിച്ച് ബട്ടൺ ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിനി UPS എന്നുള്ള ഔട്ടിനെ എടുത്തിട്ട് നമ്മുടെ വൈഫൈ റൗട്ടറിൻ്റെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യണം. അതായത് നമ്മുടെ ഈ ചാർജിങ് നടക്കുന്നത് നമ്മുടെ ഈ മിനി UPS വഴിയാണല്ലോ. അപ്പം ഈ മിനി UPS എന്ന് പോകുന്ന ഔട്ട്പുട്ട് നമ്മൾ നമ്മുടെ വൈഫൈ റൗട്ടറിലേക്ക് ഇൻപുട്ടായിട്ട് കണക്ട് ചെയ്യണം. അങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മിനി UPSൽ 2 തരം ഡിഫറെൻറ്റ് ഡയമീറ്റേഴ്സ് ഉള്ള പിന്നാണ് കേട്ടോ തന്നിട്ടുള്ളത്. അത് ഫിക്സഡ് ആണ്. നമുക്ക് ആ ഔട്ട്പുട്ട് വയറിനെ നമുക്ക് ഊരിയെടുക്കാനൊന്നും പറ്റില്ല. ആ വയർ ഫിക്സഡ് ആണ്.
പക്ഷേ ആ വയറിൻ്റെ എൻഡിൽ നമുക്ക് 2 ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള പോർട്സ്, അതായത് ഡിഫറെൻറ്റ് ഡയമീറ്ററിലുള്ള നമ്മൾ 2 ഇൻപുട്ട് പ്ലഗ്സ്, അതായത് മെയിൽ പോർട്സ് തന്നിട്ടുണ്ട്. ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് തന്നെയായിരിക്കും നിങ്ങളുടെ വൈഫൈ റൗട്ടറിലും മിക്കവാറും വരാൻ ചാൻസ് ഉള്ളത്. വേറെ എക്സ്ട്രാ കപ്ലേഴ്സോ വേറെ കൺവേർട്ടേഴ്സൊന്നും ആവശ്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നോക്കിയാൽ കാണാം എൻ്റെ റൗട്ടറിലേക്ക് അത് ഡയറക്റ്റായിട്ട് ഞാനത് പ്ലഗ് ചെയ്തിട്ട്, അതായത് ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആണ്, പ്ലഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൈഫൈ റൗട്ടറിൽ നിന്ന് നമ്മുടെ മെയിൻ പവർ സപ്ലൈയിൽ വരുന്ന ഇൻപുട്ട് പോർട്ട് എടുത്തിട്ട് നമ്മുടെ മിനി UPSൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ മെയിൻ പവർ സപ്ലൈ ഓൺ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ മിനി UPSലുള്ള പവർ ഓൺ സ്വിച്ച് ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയാൽ കാണാം നമ്മുടെ വൈഫൈ റൗട്ടറിൽ പവറിൻ്റെ അവിടെ യെല്ലോ ലൈറ്റ് കത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ വൈഫൈ റൗട്ടറിലേക്ക് പവർ വന്നിട്ടുണ്ട്. ഇപ്പോൾ ദാണ്ട് ഏകദേശം ഒരു 10-20 സെക്കൻഡിന് ശേഷം നമ്മുടെ വൈഫൈ റൗട്ടർ കംപ്ലീറ്റ്ലി ഓൺ ആയിട്ടുണ്ട്. WLAN അവിടേക്ക് ലൈറ്റ് കത്തി കിടക്കുന്നുണ്ട്. അതായത് നമ്മുടെ വൈഫൈ റൗട്ടർ കംപ്ലീറ്റ്ലി അപ്പാണ് ഇപ്പോൾ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഡിവൈസ് നമ്മുടെ മിനി UPS പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അതായത് സപ്പോസ് കറണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള പവർ ബാക്കപ്പ് കൊടുക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാനിപ്പം മെയിൻ പവർ സപ്ലൈ ഓഫ് ചെയ്തിട്ടുണ്ട്. സ്വിച്ച് ബോർഡിൽ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് മെയിൻ പവർ സപ്ലൈ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നമ്മുടെ മിനി UPSലെയും അതുപോലെ തന്നെ വൈഫൈ റൗട്ടറിലെയും ലൈറ്റുകളെല്ലാം, അതായത് നമ്മുടെ ഇൻഡിക്കേഷൻ ലൈറ്റുകളെല്ലാം ഓണായിട്ടാണ് കിടക്കുന്നത്. അതായത് ഞാൻ മെയിൻ പവർ സപ്ലൈ ഓഫ് ചെയ്തു. അതായത് ടിപ്പിക്കലി ഒരു കറണ്ട് പോയൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും അവിടെ സ്വിച്ചിങ് ടൈം ഒന്നും വരുന്നില്ല. അതായത് ചിലപ്പം 1 സെക്കൻഡിനൊന്നും സ്വിച്ചിങ് ടൈം വരുന്നില്ല. നിങ്ങൾക്കറിയാലോ, ചെറിയ രീതിയിൽ കറണ്ട് പോയാൽ പോലും അത് വൈഫൈ റൗട്ടർ വീണ്ടും റീസ്റ്റാർട്ട് ആവും. ഈ കേസിൽ വൈഫൈ റൗട്ടർ റീസ്റ്റാർട്ട് ആയിട്ടില്ല. കറണ്ട് പോയി ഉടനെ തന്നെ നമ്മുടെ മിനി UPSലെ പവർ ബാക്കപ്പത്തിൽ നിന്നും പവർ പോകുന്നുണ്ട്. അതൊന്നും UPS ഓഫ് ആയിട്ടില്ല. UPS അല്ല, നമ്മുടെ വൈഫൈ റൗട്ടർ ഓഫ് ആയിട്ടില്ല. ഞാൻ വീണ്ടും ഒന്നും കൂടെ പവർ ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് നോക്കി. നിങ്ങൾക്ക് ഇപ്പോഴും കാണാം ഇപ്പോഴും നമ്മുടെ വൈഫൈ റൗട്ടർ ഓൺ ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. അപ്പം വളരെയധികം ഉപകാരപ്പെടുന്ന പ്രൊഡക്റ്റാണിത്. അപ്പം നിങ്ങളുടെ വീട്ടിൽ റൗട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതൊന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കാം.